വിവാദ പരാമർശവുമായി സമസ്ത നേതാവ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. മന്ത്രിമാർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും വൈഫ് ഇൻ ചാർജുമാരുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമൂഹത്തിൽ മാന്യന്മാരായി നടക്കുന്ന ഇവരാണ് ബഹുഭാര്യാത്വത്തെ എതിർക്കുന്നതെന്നും ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു. കോഴിക്കോട് ജില്ലാ സുന്നി മഹൽ ഫെഡറേഷൻ പരിപാടിയിലായിരുന്നു ഈ വിവാദമായ പരാമർശം. നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട്. അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ MP-മാരുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രി. അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും. പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാവും. വൈഫ് ഇൻചാർജ് അങ്ങനെ പേരെങ്ങനെ പറയില്ല എന്ന് മാത്രം. എത്ര ആളുണ്ടായിരുന്നു ഒഴിവ്? അത് ഇല്ലാത്തവരാരെന്ന് കയ്യൊന്തിക്കാൻ പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര ആൾ കയ്യൊന്തിക്കും? താൻ പറഞ്ഞതിൽ തെറ്റില്ലെന്ന് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി പിന്നീട് വിശദീകരിച്ചു. അത് പത്രങ്ങളിലും വാർത്തകളിലും മീഡിയകളിലൊക്കെ വരാറുണ്ടല്ലോ. പല ഉദ്യോഗസ്ഥന്മാരും പല ഉന്നതരായ വ്യക്തികളും ആളെ പേരിപ്പോൾ പറയുന്നില്ല. അപ്പൊ അടുത്ത 2 ആഴ്ച മുമ്പ് വരെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച മുമ്പ് വരെ സജീവമായി ചർച്ച നടക്കുകയാണ് ഉയർന്ന ആളുകളുടെ അത്തരം അവിഹിത ബന്ധങ്ങളെ സംബന്ധിച്ച്. അതിപ്പോൾ ആരും വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. മൊത്തത്തിൽ സമൂഹത്തിൽ അത് ഉണ്ടെന്നാ പറഞ്ഞത്. അത് വസ്തുത ഉള്ളതല്ലേ. ഉറച്ചു നിൽക്കാറിനാലേ നിൽക്കുന്ന വിഷയമല്ല, സമൂഹത്തിൽ നടന്നു വരുന്നതാണ്. എല്ലാ ആളുകൾക്കും അത് അറിയും ചെയ്യാം. ആർക്കെങ്കിലും അതിൽ പ്രതിഷേധം ഉണ്ടെങ്കിൽ അവനവൻ ആ അനാശാസ്യ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കലതിന് പരിഹാരമുള്ളൂ. പക്ഷെ ഞാനത് പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ പറയാതെ തന്നെ ആളുകൾ ആ വസ്തുത മനസ്സിലാക്കി വെച്ചവരാണ്. ഈ കാര്യത്തിൽ ബഹാവുദ്ദീൻ നദ്വിയെ പിന്തുണച്ച് SYS നേതാവ് നാസർ ഫൈസി കൂടത്തായി രംഗത്ത് വന്നു. ബഹുഭാര്യാത്വത്തെ എതിർക്കുന്ന പലരും ജീവിതത്തിൽ ബഹുഭാര്യത്വം ഉള്ളവരാണ് എന്നായിരുന്നു നാസർ ഫൈസി കൂടത്തായി പറഞ്ഞത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായിട്ട്. സമീർ, ഈ പുതിയ സമൂഹത്തിന് യോജിക്കാത്തതും അതേസമയം തന്നെ വ്യക്തിപരമായി അധിക്ഷേപ സ്വഭാവമുള്ളതുമായ പരാമർശമാണല്ലോ ബഹാവുദ്ദീൻ നദ്വി നടത്തിയിരിക്കുന്നത്. എന്താണ് ഈ വിവാദ പരാമർശം നടത്തുന്നതിന് കാരണമായത്? ഇതിന് ഇപ്പോൾ SYSന്റെ പിന്തുണ ലഭിച്ചിരിക്കുന്നു. സ്വാഭാവികമായും വലിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമൊക്കെ ഇടവെക്കുന്ന തരത്തിലേക്ക് ഇത് മാറുകയാണ്. എന്താണ് വിശദാംശങ്ങൾ സമീർ? GK, നബിദിനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മടവൂരിൽ നടന്ന പരിപാടി ഉണ്ടായിരുന്നു. സുന്നി മഹൽ ഫെഡറേഷന്റെ പരിപാടിയായിരുന്നു. ആ വേളയിലാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിരിക്കുന്നത്. അധിക്ഷേപ പരാമർശം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിലപാട് തേടിയപ്പോൾ താൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് സമൂഹത്തിൽ ഉള്ളതാണ്, വാസ്തവമാണ് താൻ പറഞ്ഞത്. മാത്രമല്ല, തനിക്കെതിരെ ആരെങ്കിലും പ്രതിഷേധമായി വരികയാണെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് അവരവരുടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണ്. അതുമാത്രമേ മാർഗമുള്ളൂ എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ SYS നേതാവായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായുടെ ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് കൂടി വന്നിരിക്കുന്നത്. ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ബഹുഭാര്യത്വത്തെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് പലരും. പ്രത്യേകിച്ചും ഇസ്ലാമിലെ ബഹുഭാര്യത്വം പാപമാണ് എന്ന തരത്തിലൊക്കെ, അത് മോശമാണ് എന്ന തരത്തിലൊക്കെയാണ് പലരും വിമർശിക്കുന്നത്. എന്നാൽ അത്തരം വിമർശിക്കുന്നവർ അതിന് യോഗ്യരാണോ എന്ന് സ്വയം പരിശോധിക്കണം. അത് തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ തന്നെ തങ്ങളുടെ സമുദായത്തിലും അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. നിയമപരമായും അതുപോലെ തന്നെ പരസ്യമായും ഒരു ഭാര്യയെ ഉള്ളുവെങ്കിലും പലർക്കും ബഹുഭാര്യത്വം ഉണ്ട്. അത്തരത്തിലുള്ള പല നിലപാടാണ് പലരുടെയും ഭാഗത്ത് നിന്ന് കാണുന്നത്. അതിനകത്ത് മന്ത്രിമാരും അതുപോലെ തന്നെ MP-മാർ, MLA-മാർ, മറ്റ് ജനപ്രതിനിധികൾ മാത്രമല്ല രാഷ്ട്രീയക്കാർക്ക് പുറത്ത് ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അത്തരം കാര്യങ്ങളുണ്ട്. അവരെല്ലാം തന്നെ ഇത്തരത്തിൽ ബഹുഭാര്യത്വത്തെ എതിർക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ അതെല്ലാം ഉണ്ട്. അത് അവർ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, അവരാണ് സമൂഹത്തിലെ മാന്യന്മാരെന്ന് മേനി നടിച്ച് നടക്കുന്നവർ എന്ന കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പ്രധാനമായും ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപം മന്ത്രിമാരെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെയൊക്കെ അധിക്ഷേപിക്കുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വരുന്നു. മാത്രമല്ല, ഈ വിഷയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായിട്ടുള്ളത് ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. അത് പ്രായപൂർത്തിയാവാത്തവരെ വിവാഹം ചെയ്തയക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ നടപടികൾ ഉണ്ടാകുന്നു, നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. ആ വേളയിലാണ് ഈ കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയുടെ അമ്മയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം കൂടി ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി പറയുന്നത്. 11ാം വയസ്സിലായിരുന്നു EMSന്റെ അമ്മയുടെ വിവാഹം നടന്നത്. ആ കാര്യം ആ കാലഘട്ടത്തിലൊന്നും തന്നെ വലിയ ചർച്ചയായില്ല. പക്ഷേ അത് ഇന്നാണ് നടക്കുന്നതെങ്കിൽ അത് കേസാവും, നടപടിയാകും. അത്തരത്തിലുള്ള ആ ഒരു സമുദായത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്നു. അത് പല സമുദായത്തിലുമുണ്ട്. അതൊരു പക്ഷേ ഇസ്ലാമിലെ ഈ കാലത്ത് നടക്കുകയാണെങ്കിലും അത് ഇസ്ലാമിൽ നടക്കുകയാണെങ്കിലും അത് വലിയ വിമർശനമാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഈ വിഷയം ഒരു അധിക്ഷേപ പരാമർശമായി മാറിയിട്ടുണ്ട്. ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. GK.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.